250 ദിവസമായി തുടർന്ന പശ്ചിമേഷ്യൻ യുദ്ധം. 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ജയപരാജയങ്ങൾ ഇല്ലാതെ കലുഷിതമായി തുടരുകയാണ്. US മുന്നോട്ട് വെച്ചതും UN രക്ഷാസമിതി അംഗീകരിച്ചതുമായ വെടിനിർത്തൽ പ്രമേയത്തെ പിന്തുണച്ചെങ്കിലും വ്യവസ്ഥകളിൽ ഭേദഗതി വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഇതിനിടെ യുദ്ധക്കെടുതിയുടെ സ്ഥിതിവിവര കണക്കുകൾ ഗാസ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി. യുദ്ധം ഇന്നലെ 250 ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യ മന്ത്രാലയം സമഗ്ര കണക്കുകൾ പുറത്തുവിട്ടത്. 37,202 പലസ്തീൻകാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 10,000-ഓളം പേരെക്കുറിച്ച് വിവരവുമില്ല. കൊല്ലപ്പെട്ടവരിൽ 15,694 പേർ കുട്ടികളാണ്. മരിച്ചവരിൽ 70% പേരും സ്ത്രീകളും കുട്ടികളുമാണ്. ആരോഗ്യ പ്രവർത്തകരിൽ 498 പേർ കൊല്ലപ്പെട്ടു. 150 മാധ്യമപ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പട്ടിണി മൂലം ഗാസയിൽ തുടരെ മരണങ്ങൾ സംഭവിക്കുകയാണ്. മാതാപിതാക്കളുടെ ഒപ്പമല്ലാതെയോ ആരെങ്കിലും ഒരാൾക്കൊപ്പം മാത്രമായോ തങ്ങുന്നത് വീടില്ലാത്ത 17,000 കുട്ടികളാണ്. യുദ്ധം മൂലം ഗാസയിൽ $33,300 കോടി നാശനഷ്ടമുണ്ടായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രക്ഷാസമിതി പാസാക്കിയ വെടിനിർത്തൽ പദ്ധതിയിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ചിലത് സാധ്യമല്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഖത്തറിൽ വ്യക്തമാക്കി. ഹമാസ് ആവശ്യപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിസ്സാര ഭേദഗതികളാണെന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ വൈറ്റ് ഹൌസിലെ മാധ്യമ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. ഇസ്രായേലാണ് ഈ വെടിനിർത്തൽ പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത്. അതിനാൽ ഇസ്രായേൽ സ്വാഭാവികമായും ഇതിനെ പിന്തുണയ്ക്കുന്നെന്നാണ് US നിലപാട്. പ്രമേയം അംഗീകരിക്കുന്നതായി ഹമാസ് അറിയിച്ചെങ്കിലും ഇസ്രായേൽ അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല. തെക്കൻ ലെബനനിൽ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ 4 പേരെ വധിച്ച ഇസ്രായേൽ സൈന്യത്തോട് പകരം വീട്ടുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു. തുടർന്ന് റോക്കറ്റ് ആക്രമണം രൂക്ഷമാക്കി. ഇതിനിടെ ഹമാസും ഇസ്രായേലും തുടക്കം മുതലേ ചെയ്തു വന്നത് യുദ്ധക്കുറ്റങ്ങളാണെന്ന് യുദ്ധാരംഭം മുതലുള്ള സംഭവങ്ങൾ മുൻനിർത്തി UN അന്വേഷണ റിപ്പോർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി പാസാക്കിയ ഗാസ വെടിനിർത്തൽ പ്രമേയം ഹമാസ് അംഗീകരിച്ചു. ഇനി ഇസ്രായേൽ കൂടി അനുകൂല അഭിപ്രായം അറിയിച്ചാൽ ഇതിനോടകം 37,164 പലസ്തീൻകാരുടെ ജീവനെടുത്ത ഘോരയുദ്ധത്തിൽ വെടിനിർത്തലിന് വഴി തെളിഞ്ഞേക്കും. പ്രമേയത്തെ ഹമാസ് പിന്തുണച്ചത് പ്രതീക്ഷ നൽകുന്നതായി US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. UN രക്ഷാസമിതിയുടെ വെടിനിർത്തൽ പ്രമേയത്തെ അംഗീകരിക്കുന്നെന്നും വ്യവസ്ഥകളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഹമാസ് ഉദ്യോഗസ്ഥനായ സാമി അബു സുഹ്രിയാണ് പറഞ്ഞത്. വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ, ഈജിപ്ത് നേതാക്കളെ ഹമാസ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടില്ല. UN പ്രമേയത്തെ അറബ് ലീഗും സ്വാഗതം ചെയ്തു. ഇസ്രായേലിന് യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകളാണ് പ്രമേയത്തിലുള്ളതെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.